ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് ആയിട്ടുള്ള ദഹിപൂരിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അത് ദഹിപൂരി നമ്മൾ യൂട്യൂബിലൊക്കെ റെസിപ്പിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇതൊന്നും ഉണ്ടാക്കണ്ട, അത് ഇംലി ചട്നി വേണം, ചന പുഴുങ്ങിയത് വേണം, ചെറുപയർ പുഴുങ്ങിയത് വേണം. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് അതേ ടേസ്റ്റിൽ ഒരു ദഹിപൂരി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത്. നമുക്ക് ഈ നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് നോക്കിക്കഴിഞ്ഞാൽ പാനിപൂരി, ദഹിപൂരി, സേവ് പൂരി ഒക്കെ ഉണ്ട്. എന്നാൽ സൗത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് സാധാരണ ഇഷ്ടപ്പെടുന്നത് ഇതിനകത്തെല്ലാം ദഹിപൂരി തന്നെയാണ്. അപ്പം എങ്ങനെ ഈസി ആയിട്ട് പിള്ളേർക്ക് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ടേസ്റ്റിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ദഹിപൂരി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ റെസിപ്പി. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദഹി ആണല്ലോ അതിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. അപ്പം നമ്മൾ 1 കപ്പ് തൈര് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് ഗ്രീൻ ചട്നിയും ഉപ്പും ചുവന്ന മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞല്ലോ ചെറുപയർ പുഴുങ്ങിയത്, കടലയൊക്കെ നമുക്ക് ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, സവാള, മല്ലിയില, പിന്നെ കുറച്ച് സേവ് മിക്സ്ചറാണ് വേണ്ടിയത്. ഏത് വെറൈറ്റി ആയാലും മതി. ഇതിപ്പം ആലു ഭുജിയ കേട്ടോ, നമ്മുടെ വീട്ടിലുള്ളത് എടുക്കുക. പിന്നെ ഗ്രീൻ ചട്നി, മല്ലിയില, പുതിന ഇല, വെളുത്തുള്ളി, ഇഞ്ചി, ഷുഗർ, സോൾട്ട്, പിന്നെ കുറച്ച് നാരങ്ങ നീര്, ജീരകം, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിക്കകത്ത് അരച്ച് കഴിയുമ്പോൾ നമ്മുടെ ഗ്രീൻ ചട്നി റെഡിയാകും. ഡീറ്റെയിൽ റെസിപ്പി നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. എൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ അത് കണ്ടു നോക്കി ഉണ്ടാക്കുകയും ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടിയത് ഇംലി ചട്നിയാണ്. അത് വീട്ടിലുണ്ടെങ്കിൽ ഉപയോഗിക്കുക. അഥവാ ഇംലിയുടെ ചട്നി വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കെച്ചപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിള്ളേർക്ക് അത് ധാരാളമായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് ആദ്യം ഈ തൈരിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ട് ഇളക്കി വെക്കണം. അത് പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഈ തൈരൊന്ന് ഇളക്കി വെക്കുക. ഉപ്പും മധുരമൊക്കെ ഒന്ന് നോക്കി ആവശ്യമുണ്ടെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. പിന്നെ നമ്മളിത് ആട്ടയുടെ പൂരികളാണ്. ഇത് റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ടുള്ളതാണ്. വീട്ടിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ നമുക്കിത് ഈസി ആയിട്ട് അവൈലബിൾ ആയതുകൊണ്ട് ഇത് വാങ്ങിച്ച് റെഡിമെയ്ഡ് ആയിട്ടുള്ള പൂരികളാണ്. ഇത് ആട്ടയുടെ മാത്രമാണ്, ഹെൽത്തി വേരിയൻ്റ് ആയതുകൊണ്ടാണ്. പൂരിയുടെ ഒരു വശം ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് മിക്സ്ചർ വെക്കാം. നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇതിന് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ. നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെറുപയർ പുഴുങ്ങിയതുണ്ടെങ്കിൽ അത്, കടല പുഴുങ്ങിയതുണ്ടെങ്കിൽ അത് ചേർക്കാം, ഗ്രീൻ പീസ് പുഴുങ്ങിയതുണ്ടെങ്കിൽ അത് ചേർക്കാം. ഒരു ഹാഫ് വരെ, ഒരു പൂരിയുടെ ഹാഫ് വരെ നമുക്ക് ഈ മിക്സ്ചർ നിറയ്ക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തൈര് മിക്സ്ചർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കഴിയുമ്പം നമ്മുടെ പൂരി നിറഞ്ഞു വരണം. അതിനനുസരിച്ച് ആവശ്യത്തിന് തക്കാളിയും സവാളയും ഉരുളക്കിഴങ്ങ് മിക്സ്ചറും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഗാർണിഷ് ചെയ്യാണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ നേരത്തെയുള്ള ഇൻഗ്രീഡിയൻസ് ആയ ഗ്രീൻ ചട്നി, ടൊമാറ്റോ സോസും തക്കാളിയും ഒക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെയാണ്. മല്ലിയില, അതുപോലെ തന്നെ സേവ് തന്നെ പല തരത്തിലേക്ക് കിട്ടും. നമ്മൾ സ്ട്രീറ്റ് ഫുഡായിട്ട് നോക്കുമ്പോൾ അവർ തീരെ തിന്നായിട്ടുള്ള ഒരു സേവാണ് ഉപയോഗിക്കുന്നത്. കടലമാവിൻ്റെ തന്നെയാണ്. ഇവിടെ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ കേരള മിക്സ്ചർ ആണെങ്കിൽ അത് ഉപയോഗിക്കാം. ആവശ്യത്തിന് സേവും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ വെച്ച് നമുക്കിത് ഗാർണിഷ് ചെയ്യാം.
ഓരോ സ്പൂൺ പ്ലെയിൻ തൈരാണ് ഉപയോഗിക്കുന്നത്. ഗാർണിഷിങ് ടൈമിൽ നമ്മൾ നേരത്തെ തൈരിനകത്ത് മുളക് പൊടിയും ഷുഗറും സോൾട്ടും ഒക്കെ ഇട്ടിട്ടാണ് യൂസ് ചെയ്തത്. ഇത് പ്ലെയിൻ ആയിട്ടുള്ള തൈര് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. വളരെ നന്നായിരിക്കും. ആഹാ, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ശകലം എരിവ് കുറവുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ എരിവ് കൂടുതലായിട്ട് ചേർക്കാം. എന്നാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം അങ്ങനെയല്ല. അത് ഒരു കുറച്ചും കൂടെ പ്ലേറ്റ് നിറയെ സേവും സവാളയും തക്കാളിയും മല്ലിയിലയൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്താണ് നമുക്ക് അവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്കും കുറയ്ക്കണ്ട, നമുക്കും അങ്ങനെ തന്നെ ചെയ്തേക്കാം. കണ്ടോ എത്ര പെട്ടെന്നാണ് നമ്മുടെ ദഹിപൂരി വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് റെഡി ആയെന്ന് നോക്കിക്കേ. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ഇപ്പം നമ്മൾ ഈ കോവിഡ് ടൈമൊക്കെ ആയതുകൊണ്ട് വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ നമുക്ക് മടിയായിരിക്കും. പിള്ളേരൊക്കെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി മടിക്കേണ്ട, ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതിയാകുന്നതാണ് ദഹിപൂരി നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാനായിട്ട്. ഗ്രീൻ ചട്നി നല്ലതായിരിക്കണം കേട്ടോ, അന്നേരമാണ് ദഹിപൂരിക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ചാനലിൽ തന്നെ ഗ്രീൻ ചട്നിയുടെ റെസിപ്പി ഉണ്ട്, എൻ സ്ക്രീനിൽ കാണും. അത് നോക്കി വേണമെങ്കിൽ ചട്നി റെഡിയാക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ദഹിപൂരി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്താൽ നമ്മൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും. ഒരു ലൈക്ക് അടിച്ചേരുക കേട്ടോ. ഉടൻ തന്നെ നമുക്ക് വേറെ ഒരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. Thank you for watching today's video. With love, Merin Teacher.